തനിക്കെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് മുൻ ദേവസ്വം മന്ത്രിയും എംഎൽഎയുമായ കടകംപള്ളി സുരേന്ദ്രൻ. 10 വർഷത്തിനിടെ താൻ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ലെന്നും ആരുടെയും സാമ്പത്തിക തർക്കങ്ങളിൽ ഇടപെട്ടിട്ടില്ലെന്നും കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതി കൊടുത്തെന്നും ആ പരാതിയിൽ എന്നെ പ്രതിയാക്കിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എന്നെ പറ്റിയാണ് പരാതിയെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത ചാനലുകൾ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത്. യഥാർത്ഥത്തിൽ ഇന്നലെ അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഈ ഏതോ ഒരു ആ പ്രതിഭയോടൊപ്പം ഞാനും കൂടെ ഏതോ ഒരു ഗൂഢാലോചന നടത്തിയാണ് ഈ പ്രതിഭ എന്ന സ്ത്രീ ഈ പോറ്റിക്കെതിരായിട്ട് SIT-യിൽ ഒരു പരാതി കൊടുത്തതെന്നാണ് പോറ്റിയുടെ പരാതി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പോറ്റിയുടെ പരാതി വരുന്നതുവരെ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാകാതെ ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാരണം ഈ ചാനലുകളിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, പക്ഷേ ആരാണ് ഈ പ്രതിഭയെന്ന് എത്ര തന്നെ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സാമ്പത്തിക വിഷയത്തിൽ എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഞാൻ ഇടപെട്ടതായിട്ട് ഞാൻ ഓർക്കുന്നതുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് 2024 തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിഭ എന്ന വനിതയുമായിട്ട് സാമ്പത്തിക കാര്യത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്ത് എൻ്റെ മധ്യസ്ഥതയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് പോറ്റി പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴത്തേക്ക് പ്രതിഭ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ കുളത്തൂരിനടുത്ത് ആറ്റിൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള പ്രശാന്തിൻ്റെ അമ്മാവൻ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുൻ കൗൺസിലറൊക്കെ ആയിട്ടുള്ള രാജൻ താമസിക്കുന്ന വീട്ടിനടുത്ത് ഒരു സ്കൂൾ നടത്തിയിരുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. 2024 പോട്ടെ, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5 വർഷം ഞാൻ മന്ത്രിയായിരുന്നു, ഇപ്പോൾ 5 വർഷം MLA ആണ്. ഈ 10 വർഷത്തിനിടയിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ പോയിട്ടില്ല. തുമ്പ പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല, കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ പോയിട്ടില്ല. തുമ്പ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടത് പുതിയ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ഒത്തിരി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ സ്ഥലം MLA അവിടുത്തെ ശിലാഫലകം അൺവീൽ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസ് സ്റ്റേഷനിൽ ആ ചടങ്ങിൽ മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഇല്ല. ഞാൻ ആരുടെയും ഒരു സാമ്പത്തിക വിഷയത്തിലും ഇടപെട്ടിട്ടില്ല. ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ചോദിച്ചു, 2024-ലോ 2023-ലോ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് സാമ്പത്തിക വിഷയവുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ അവിടെ വിളിച്ചിട്ടുണ്ടോ, ഞാനവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊരു ഓർമ്മയില്ല. 2024-ൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. പിന്നെ പോറ്റി എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടി, വാർത്ത ഇടുന്നതിന് വേണ്ടി ഒരു പെറ്റീഷൻ ചീഫിന് കൊടുത്തു, പോലീസ് ചീഫിന് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ആ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ ചാനലുകൾ നടത്തിയ അഭിപ്രായ സർവേയിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് മുൻകൈയെന്നോ അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള മുൻകൈയോ ഒക്കെ ഉണ്ടെന്ന് ഈ ചാനലുകളുടെ അഭിപ്രായ സർവേ ഈ അടുത്ത ദിവസങ്ങളിൽ വരും. ഈ പശ്ചാത്തലത്തിൽ എന്നെ അപമാനിക്കാൻ നമ്മുടെ സ്നേഹിതന്മാരിൽ ആരെങ്കിലും ഒരാൾ നടത്തിയ ഒരു നീചമായ ഗൂഢാലോചനയായിട്ട് മാത്രമേ പോറ്റിയുടെ ഈ പരാതിയെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അത് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോടിപ്പോൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം ആരായിരിക്കും പോറ്റിയെ കൊണ്ട് ഇത്തരമൊരു വ്യാജ പരാതി കൊടുപ്പിച്ചതിൻ്റെ പിന്നിലുള്ളത് എന്ന്. നിങ്ങൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഞാനിപ്പോൾ തൽക്കാലം ആ പരാതി കൊടുപ്പിക്കുന്നതിന് പിന്നിൽ
നിന്ന ആളുകളെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും സന്ദർഭം വരുമ്പോഴത്തേക്ക് ഞാനത് പറയുക തന്നെ ചെയ്യും, പിന്നീടൊരു അവസരത്തിലാവട്ടെ. ഈ പരാതിക്കകത്ത് ചില കാര്യങ്ങൾ പോയിട്ട് പറയുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് പറയുന്നത്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതിക്കാരിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന്. അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമല്ലേ, കുറച്ചൊന്ന് ഇളവ് കൊടുത്തൂടെ എന്ന് ഞാൻ ചോദിച്ചു എന്നും, ഞാനും സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലാണ് സാർ, എനിക്ക് ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞുവെന്നാണ് എന്നെപ്പറ്റിയുള്ള ഒരു പരാമർശം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല, ഒരു പരാതിക്കാരിയുടെയും സാമ്പത്തിക പ്രശ്നത്തിൽ ജീവിതത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലും ഞാൻ വിളിച്ചിട്ടില്ല. ഞാനാകെ നമ്മുടെ പാർട്ടി സഖാക്കളെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശത്തെ ഞങ്ങളുടെ പാർട്ടി സഖാക്കളെ കാണുക, അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെട്ട് പരിഹാരം കാണുക എന്ന് പറഞ്ഞ് പാർട്ടി സഖാക്കളുടെ അടുക്കൽ മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ. പാർട്ടി സഖാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് പറയുന്ന ആളെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇന്നലെ ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാമായിരുന്നു, എന്തിനാണ് ഒരാളിൻ്റെ മുഖത്ത് ഇങ്ങനെ കരുതയ്ക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രയോജനം? ഈ ഇങ്ങനെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതായാലും അറിഞ്ഞോ അറിയാതെയോ പോറ്റിക്ക് പരാതി എഴുതി കൊടുത്തവൻ തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2024 പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ തുമ്പ പോലീസ് സ്റ്റേഷൻ ഒന്ന് വിളിക്കാം. ഇങ്ങനെ 2024 കടകംപള്ളി സുരേന്ദ്രൻ MLA ആ പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് വന്ന് കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഈ സ്ത്രീയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അവിടെ അറിയാൻ വഴിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ടപ്പോൾ പോലീസിൽ ഒരു ധാരാളം ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവരറിയാൻ സാധിക്കുന്നതാണ്. അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കടകംപള്ളിയുടെ മുഖത്ത് കരുതാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ ഇന്നലെ ഇങ്ങനൊരു വാർത്ത കിട്ടിയ സമയം മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങളിതിനെ ഒന്ന് ആലോചിച്ച് നോക്ക്.